ജാസ്മിനും ഗബ്രിയും പോയിന്റ് പറയുകയാണെങ്കിൽ ജാസ്മിൻ അത് കുഴപ്പമില്ല. വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ അത് പ്രശ്നമാണ്. അപ്പോൾ ഇന്ന് ലൈവിൽ കഴിഞ്ഞൊരു സംഭവം, അതായത് സിബിൻ മോശമായ ഒരു ഗസ്റ്റർ കാണിച്ചതിനെ കുറിച്ചിട്ടുള്ള ആ കാര്യമാണ് ഞാൻ പറയുന്നത്. നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിന് തൊട്ട് മുൻപുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. സോ അപ്പോൾ ജാസ്മിൻ ജാൻമണി ആയിട്ടുള്ള ആ ഒരു വിഷയത്തിൽ എല്ലാവർക്കും സംശയം, ആരാണ് എന്താണ് എന്തോ പറഞ്ഞു, അത് എന്താണെന്ന് ഇപ്പോഴും ആർക്കും വ്യക്തമല്ല, വീട്ടുകാർക്കും വ്യക്തമല്ല. സോ അപ്പം നമുക്കും അറിഞ്ഞുകൂടാ. അപ്പം അത് ജാൻമണി പറയാൻ തയ്യാറല്ല. അപ്പം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ സിബിൻ അപ്പുറത്തിരുന്ന് എന്തോ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് കേൾക്കുന്നില്ല, എല്ലാം കൂടെ കലബല എന്നാണ്. ഉടനെ ജാസ്മിൻ പറയുന്നുണ്ട്, വേസ്റ്റ് ചിലയ്ക്കുന്നു, തുടങ്ങി വേസ്റ്റ് ചിലയ്ക്കാൻ. ഇതാ പറയുന്നത്. ജാസ്മിൻ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, അടുത്തിരുന്ന് ഗബ്രി പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, ബാക്കി ആര് പറഞ്ഞാലും ഇതുപോലെയാണ് ഇവര് പറയുന്നത്. നിറയെ പേര് ജാസ്മിൻ്റെ ആളുകൾ പറയുന്നുണ്ട് ഇവര് ബാക്ക് വർത്തമാനം പറയുന്നില്ല എന്നുള്ളത്. അത് ഇപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ച് ഇവർ അകന്നിരിക്കുന്നതുകൊണ്ട് അത്രയ്ക്ക് ഇവർ ബാക്ക് വർത്തമാനം പറയുന്നില്ല എന്നുള്ളത് പറയുന്നത്. പക്ഷെ ബാക്ക് വർത്തമാനം ഒരുപാട് പറയുന്നുണ്ട്. ആ വീട്ടിലായി കഴിഞ്ഞാൽ, ബിഗ് ബോസ് വീടിനകത്ത് പോയി കഴിഞ്ഞാൽ ബാക്ക് വർത്തമാനം, പരദൂഷണം പോലുള്ള കാര്യങ്ങൾ പറയാത്ത ആരും ഉണ്ടാവില്ല. അങ്ങനെ വരും, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെയും പിന്നെയും അത് അങ്ങനെ പറഞ്ഞു വരും. അങ്ങനെ പറയുമ്പോഴാണ് നോമിനേഷനും ക്യാപ്റ്റൻസിയും മറ്റുള്ള കണ്ടന്റുകളെല്ലാം വരുന്നത്. അപ്പോൾ ഒന്നും പറയാതിരുന്നതുകൊണ്ട് ആവില്ല, ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അത് വരും, അത് ഡെഫിനറ്റാണ്. അപ്പോൾ എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ ജാസ്മിൻ അത് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവർ ടീമായി പിരിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് സോഫയിൽ വന്നിരിക്കുമ്പോൾ ടീമായിട്ടിരിക്കണം, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കുക. ജാസ്മിൻ ഗബ്രി ഇരിക്കുന്ന സമയത്ത് നോക്കൂ, ഏതെങ്കിലും ഒരു വിഷയമായിരിക്കും സംസാരിക്കുന്നത്, അല്ലാതെ അവർ പ്രൈവറ്റ് കാര്യങ്ങൾ പറയുന്നത് കുറച്ച് മുൻപാണ്. ആ മുൻപുള്ള സമയത്താണ് അവർ രാത്രി മാത്രം ലൈവിൽ അങ്ങനെ പറയുന്നത്, ബാക്കി അല്ലാത്തപ്പോഴും ഇവർ മറ്റുള്ളവരുടെ കാര്യം തന്നെ പറയുന്നത്. സോ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ, അപ്പോൾ സിബിൻ വർത്താനം പറയുമ്പോൾ ജാസ്മിൻ പറയുന്നതാണ് വേസ്റ്റ് ചിലയ്ക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതാണ് പ്രൊവോക്കായിട്ട് ജാസ്മിനോട് സിബിൻ അത്തരത്തിലുള്ളൊരു മോശം പ്രവൃത്തി കാണിച്ചത്. പക്ഷേ സിബിൻ ചെയ്തത് ന്യായീകരിക്കുന്നില്ല. ജാസ്മിന് നല്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, സിബിന് നല്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, എല്ലാവരും നല്ല പ്ലേയേഴ്സാണ്, അങ്ങനെ തന്നെ ഞാൻ വെക്കുന്നു. പക്ഷേ തെറ്റാണ് എന്നുള്ളത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞ സംഭവമാണ്. അതിന് സോറി പറഞ്ഞു സിബിൻ കാണിച്ചത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്കത് അംഗീകരിക്കാനും പറ്റില്ല, തെറ്റാണ്. പക്ഷെ സോറി പറഞ്ഞു, അതെല്ലാം കഴിഞ്ഞു. പക്ഷെ അതിനു മുൻപ് പ്രൊവോക്ക് ആയത് ഇതാണ് സംഭവം. വേസ്റ്റ് ചിലയ്ക്കുന്നു എന്നുള്ള ആ ഒരു കൗണ്ടറാണ് ജാസ്മിൻ്റെ ജാസ്മിൻ പ്രൊവോക്ക് ചെയ്താണ് സിബിൻ അങ്ങനെ കാണിക്കാനുണ്ടായ കാരണം. ഇപ്പം നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വന്നു അത്, അതിൻ്റെ സിറ്റുവേഷൻസ്, അവർ നിരന്തരം ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ അത് ചെയ്യാനുണ്ടായ സാഹചര്യം എന്നൊക്കെ കണക്കിലെടുക്കില്ലേ. സോ ഞാനത് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്ന് വെച്ച് സിബിൻ നല്ലവൻ എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതിന് കുറേ ആളുകൾ വന്നിട്ട് അതിന് വേണ്ടി പറയും. സോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ജാസ്മിൻ നല്ലത് പറഞ്ഞാലും നല്ലതെന്ന് പറയും, ശരിയില്ലെങ്കിൽ ശരിയല്ല എന്നും പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ അഭിപ്രായമാണ് വലുത്. ഞാൻ എൻ്റെ കണ്ണിൽ എന്താണോ കാണുന്നത് എനിക്ക് അതിൻ്റെ വ്യക്തമായ ധാരണയുണ്ട്. ആ ധാരണയ്ക്കപ്പുറത്താണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്. സോ ഇതെൻ്റെ സ്വന്തം അഭിപ്രായം, അത് ഞാനിവിടെ പറഞ്ഞു. നിങ്ങൾക്ക് യോജിക്കാം, വിയോജിപ്പുണ്ടാകും. നിങ്ങളുടെ കമൻറ്റ് ഞാൻ താഴെ പ്രതീക്ഷിക്കുന്നുണ്ട്. ബൈ.